ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് രുചികരമായ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് ബീൻസ് കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വല്ലാതെ ചെറിയ പീസസ് ആക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പീസസ് ആക്കി കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആ ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയാണത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കോളിഫ്ലവർ ബ്ലാൻഡ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടിയാണ്. വളരെ ചെറിയ ടീസ്പൂൺ മതി കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്താലേ നമുക്ക് ബിരിയാണിയിൽ അത് വല്ലാതെ വെന്ത് പോകാതെ നല്ലൊരു ക്രഞ്ചോട് കൂടി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം വെന്തുടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. പിന്നെ ഒരു 2-3 ജാതിപത്രി, ഒരു 5-6 ഏലക്ക, ഒരു ടേബിൾ സ്പൂൺ ഒരു ചെറിയ കഷ്ണം പട്ട, അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ സാജീരകം. അതിൻ്റെ ഷൂട്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയി, ഞാൻ കാണിക്കാം. ഇതാണ് സാജീരകം, നമ്മുടെ ജീരകത്തിൻ്റെ ചെറുത്. ഈ സാജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുതിനയിലയാണ്. മല്ലിയിലയല്ല, പുതിനയില. അത് ഒരു ഹാൻഡ്ഫുൾ പുതിനയില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് പുതിനയില ഉപയോഗിച്ചോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് വലിപ്പമുള്ള ഒറ്റ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ക്യൂബായിട്ട് അരിഞ്ഞത്. അതോടൊപ്പം തന്നെ 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. പുളിയുള്ള തൈരാണെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വെജിറ്റബിളെല്ലാം നല്ലപോലെ തൈരും ഉപ്പും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാനായി ഞാനിവിടെ 2.5 കപ്പ് ബാസുമതി റൈസ് അരമണിക്കൂർ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു വലിയ ബൗളിൽ ഒരു 3.5 ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ ആസ് യൂഷ്വൽ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ജാതിപത്രി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് വെള്ളം വാർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേസമയം തന്നെ മറ്റൊരടുപ്പിൽ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഒണിയൻ വറുത്തെടുക്കാനായിട്ട്, ഉള്ളി വറുത്തെടുക്കാനായിട്ട് ഒരു കപ്പ് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അതോടൊപ്പം തന്നെ അരി കുക്ക് ചെയ്യാനുള്ള വെള്ളം അപ്പുറത്തെ അടുപ്പിൽ തിളയ്ക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 എണ്ണം എടുത്തോളൂ. ഇത് നമുക്ക് നന്നായിട്ട് ഗോൾഡൻ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ഇളക്കി കൊടുക്കണ്ട, ഉള്ളിയുടെ സൈഡ്സ് ഒന്ന് ക്യാരമലൈസ് ആകാൻ തുടങ്ങുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാതെ തന്നെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരി കുക്കാകട്ടെ. നമുക്ക് നമ്മുടെ സവോള എന്തായെന്ന് നോക്കാം, ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള. അപ്പോൾ ഇതാ സൈഡ്സൊക്കെ ക്യാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്യാരമലൈസ് ആയി കിട്ടും. സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ, ഒരേ ഫ്ലെയിം ആയിരിക്കണം ഈ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. തീ വല്ലാതെ കൂട്ടിയിട്ടാൽ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ഓയിലും വേണം. എപ്പോഴും നിറയെ എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴേ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഫ്രൈഡ് ഓണിയൻ കിട്ടുള്ളൂ. അരി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കാവാൻ അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ സാധാരണ ചോറ് വെന്തോ എന്ന് നോക്കുന്ന പോലെ നോക്കിയാൽ മതി. ഒരു 8-9 മിനിറ്റ് മാക്സിമം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം വെക്കണ്ട, കാരണം ഈ ഉള്ളി വാങ്ങി വെച്ച് കഴിഞ്ഞാലും ക്യാരമലൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ വാങ്ങിച്ചാലേ നമുക്ക് പെർഫെക്റ്റ് ഇതുപോലെ ഗോൾഡൻ ഫ്രൈഡ് ഓണിയൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളി വറുത്ത എണ്ണ വളരെ ക്ലിയർ ആണത്. അതിലൊരു 2 കുഴിക്കരണ്ടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചോറിൽ ഈ എണ്ണ ചേർക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, കാരണം ദം ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. അരി ഇവിടെ കുക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്.
നിങ്ങൾക്കറിയാമല്ലോ അരി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഞെരടി നോക്കി ഒന്ന് കടിച്ച് നോക്കുകയോ ചെയ്താൽ മതി. അതിലൊരു റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ നമ്മുടെ അരി കുക്കായെന്ന് അർത്ഥം. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്ത് അരി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഒണിയൻ ഫ്രൈ ചെയ്തതും റെഡിയായി. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഉള്ളി വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ, അത് ഒരു 1.5 കുഴിക്കരണ്ടിക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലകളെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ആഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞരടിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഘടകം ഈ ഫ്രൈഡ് ഓണിയനാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് തൈര് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെജിറ്റബിൾ ഒരു 95% തന്നെ കുക്കാവണം. ഇനിയും പൂർണ്ണമായും കുക്കായാലും കുഴപ്പമൊന്നുമില്ല. കാരണം വെജിറ്റബിൾ ആവശ്യത്തിന് കുക്കായിട്ടില്ല എങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓവർ കുക്ക് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പം ചോറ് റെഡിയായി, വെജിറ്റബിൾസ് കുക്കായി. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അടിക്കുഴിയുള്ള നല്ല വീതിയും അടിക്കട്ടിയുമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം അടിയിൽ ഒരു ലെയർ അരി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ എല്ലാം ഏറ്റവും അടിയിലിട്ടിട്ട് ചോറ് മാത്രം ലെയർ ചെയ്തെടുക്കുകയും ചെയ്യാൻ കുഴപ്പമില്ല. ഞാനിവിടെ വെജിറ്റബിളും റൈസും മാറി മാറി ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ റൈസിൻ്റെ മേലെ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിന് മേലെ ഒരു ലെയർ നമ്മുടെ വെജിറ്റബിൾ കുക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ലെയർ ചോറ് വേവിച്ചത് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരിയുടെ മേലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത എണ്ണയില്ലേ അതോടൊപ്പം തന്നെ കുറച്ച് വറുത്ത ഉള്ളി. നമ്മൾ നേരത്തെ വറുത്ത സമയത്ത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പുതിനയില ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ മസാലയിൽ മാത്രമേ പുതിനയില ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ കുറച്ച് 2-3 ഇല കൂടി ഇതിനിടയ്ക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ റൈസിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. ഇനി അടുത്ത ലെയർ വീണ്ടും റൈസ് വെക്കാം. അതിനുശേഷം വെജിറ്റബിളും റൈസും വെച്ചിട്ട് ഏറ്റവും ടോപ്പിലെ ലെയറിൽ മാത്രമേ ഇനി നമ്മൾ ഇതുപോലെ ഫ്രൈഡ് ഓണിയനും 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഉള്ളി വറുത്ത എണ്ണയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ലെയറിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സീൽ ചെയ്തിട്ട് ദം ചെയ്യാം. ഞാൻ ഈ ഹൈദരാബാദി ബിരിയാണിയുടെ ലിങ്ക് താഴെ ഇടാം. അതിൽ ഞാൻ പെർഫെക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ആട്ട ഡോ കൊണ്ട് എങ്ങനെയാണ് സീൽ ചെയ്തിട്ട് ദം ചെയ്യുന്നതെന്ന്. ഇവിടെ ഞാനിപ്പോൾ സീൽ ചെയ്ത് ദം ചെയ്യുന്നില്ല, വെറുതെ അടച്ചു വെച്ചിട്ട് ദം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ബിരിയാണി ദം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാന് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ചെമ്പ് നമുക്കിതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്കായിക്കോട്ടെ. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയൻസിന് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് സെർവ് ചെയ്യേണ്ടത് ആസ് യൂഷ്വൽ പപ്പടം, ചട്നി, പിക്കിൾ, പിന്നെ മീൻ ചട്നി ഉണ്ടെങ്കിൽ അത് എല്ലാം ചേർത്ത് സെർവ് ചെയ്യാം. റൈത്ത നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. അതുപോലെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. തീർച്ചയായും ട്രൈ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ ബൈ.